ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 1 നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ബേസിക് പ്രോബ്ലമാണ്, പ്രത്യേകം നോട്ട് ചെയ്യും. ഇവിടെ തന്നത് ആസ് പെർ ഏതാണ്, ക്യാഷ് ബുക്കാണ്. അപ്പോൾ നമ്മൾ BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാലോ, BRS ബാലൻസ് എന്തെഴുതണം, ആസ് പെർ ക്യാഷ് ബുക്ക്. എത്ര എമൗണ്ട് വരുന്നത്, 4000. ഓക്കെ. പിന്നെ ആദ്യം പറയുന്നത് ഏതാണ്, ചെക്ക് ഇഷ്യൂഡ് ടു ധനൂപ്. ആരാ ധനൂപ്, ക്രെഡിറ്ററാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും, ധനൂപ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അതിൻ്റെ മീനിങ് എന്താ, അത് എവിടുന്ന് കുറച്ചു, പിടിക്കും ക്യാഷ് ബുക്കിൽ നിന്ന് ഇത് കുറച്ചു. എത്ര കുറച്ചു, 6000. ഓക്കെ. ഈക്വലൈസ് ചെയ്യാൻ കുറച്ചതിന് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ക്യാഷിൻ്റെ ബുക്കിൽ പോയിട്ട് നമ്മൾ കൂട്ടുകയാണോ ചെയ്യുന്നത്, അല്ല. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ക്യാഷിൻ്റെ ബുക്കില്ലേ, അതിൽ ഓൾറെഡി നമ്മൾ കുറച്ചിട്ടില്ലേ, ഡൗട്ട് ഉണ്ടാവും. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് ബുക്കിൽ ഡബിൾ കോളത്തിൽ ബാങ്ക് കോളത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും. വിച്ച് മീൻസ് ബൈ ക്രെഡിറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ റെക്ടിഫിക്കേഷൻ ചെയ്യോ. ദിസ് ഈസ് നോട്ട് ആൻ എറർ. ഇതെന്തല്ല, തെറ്റല്ല. ഇതൊരു എന്താ പറയുക, ടൈം ഗ്യാപ്പാണ്. ഓക്കെ അല്ലേ, ടൈമിങ് ഡിഫറൻസ് ആണ്. ഇറ്റ്സ് എ ഡിഫറൻസ്. ആഡ് ഹോക്ക്. ഇയാൾ പോയിട്ട്, ഈ ധനൂപ് എന്നുള്ള ആൾ ഇനി എവിടെ പോകും, ബാങ്കിൽ പോയിട്ട് പൈസ കളക്ട് ചെയ്യുമ്പോൾ ആ പ്രശ്നം എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. പക്ഷെ അതുവരെ ആ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് BRS. അത് ആഴ്ചയിലാണോ പ്രിപ്പയർ ചെയ്യുക, മാസത്തിലാണോ പ്രിപ്പയർ ചെയ്യുക, എൻഡ് ഓഫ് ദി ഇയറിലാണോ പ്രിപ്പയർ ചെയ്യുക, എപ്പോഴാണ് ഞാൻ ചോദിച്ചു പോവുകയാണ്, എപ്പോഴാണ്, ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം, ചെയ്യാം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഒന്നും അതിന് ഇല്ല. ഓക്കെ അല്ലേ. ഡെയിലി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതോ വരും ബാങ്കുമായി എത്ര കണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട് അതിനനുസരിച്ച് ചെയ്യണം. ഇന്നൊന്നും ഇപ്പം എന്തിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ കുത്തിയിരുന്ന് ചെയ്യണോ, ഇഷ്ടം പോലെ സോഫ്റ്റ്വെയറുകളും മറ്റൊക്കെ ഉണ്ട് പറയും. അപ്പം അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്നും പഠിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം സോഫ്റ്റ്വെയറിലോ വല്ല എററോ അല്ലെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണ്ടേ, എങ്കിലല്ലേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര കണ്ട് എയും മറ്റൊക്കെ വന്നാലും ഇപ്പോഴും CAയുടെയും CMAയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ AI വന്നുകൊണ്ട് മാറ്റമുണ്ടാവും. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട നോളജ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണ്ടേ. പ്രത്യേകിച്ച് പല ChatGPTയിലൊക്കെ ചിലപ്പോൾ നമ്മൾ വല്ല ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടത്തരം പറയാറുണ്ട്. ChatGPT എത്ര പൊട്ടത്തരം പറയും. അപ്പോൾ നമ്മൾ പറയും ആസ് പെർ ആൻസർ കീ ഇതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സോറി പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ ഇങ്ങനെയും പറയാം. അപ്പോൾ അങ്ങനെ ആലോചിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്തുണ്ട്, AIക്കുണ്ട്. അതിന് ഏത് കാലത്തും ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ നിലനിൽക്കും. പേഴ്സ്പെക്റ്റീവ് പലതായിരിക്കും. ഓക്കെ അല്ലേ. യെസ്. പക്ഷെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്, നല്ല യൂസ്ഫുള്ളാണ്. അതൊക്കെ അങ്ങനെ തന്നെ പറയട്ടെ, പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 4000 അങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, അടുത്ത് പറയും ഈ 6000 രൂപ. അപ്പോൾ ഈ സിറ്റുവേഷൻ 6000 എന്താണ്, നോട്ട് ക്യാഷ്, നോട്ട് കളക്റ്റഡ്. ബാങ്കിൽ നിന്ന് പോയിട്ടില്ല, പക്ഷെ ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. അപ്പോൾ പിടിച്ചേ, ക്യാഷ് ബുക്കിൽ നിന്ന് കുറഞ്ഞു. നിങ്ങളതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ആഡ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ചെയ്തോളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇടയിൽ ചെയ്യരുത് പ്ലീസ്. ആദ്യം മനസ്സിലാക്കി സെറ്റ് ചെയ്ത് ആഡ് ആണോ ലെസ് ആണോ എന്ന് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുമിച്ച് ആഡ് ചെയ്യുക, ലെസ് ചെയ്യാനുള്ള എന്ത് ചെയ്യുക, ഒരുമിച്ച് ലെസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്തതാണ് ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റഡ് വിത്ത് പാസ്ബുക്ക്. മെസ്സേജ് വന്നു, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് ₹600. 600 രൂപ നിങ്ങളുടെ ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് കൂടിയിട്ടുള്ളത്, എവിടെ കൂടിയിട്ടുണ്ട്, പാസ്ബുക്കിൽ. ഓക്കെ അല്ലേ, ബാങ്കിൽ. ബാങ്ക് എന്ന് പറയുമ്പോൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പാസ്ബുക്ക്. അല്ലെങ്കിൽ പാസ്ബുക്ക് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതിനാണ്, ബാങ്കിനാണ്. ക്യാഷ് ബുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതിനാണ്, ബിസിനസ്സിനാണ്. എവിടെയോ കൂടിയിട്ടുള്ളത്, പാസ്ബുക്കിൽ കൂടി. അപ്പോൾ നിങ്ങൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം, കൂട്ടണം. ഓക്കെ അല്ലേ. ദെൻ എന്ത് പറഞ്ഞ് കൂട്ടണം, എന്താണോ സെൻറ്റൻസ് അങ്ങനെ തന്നെ പറഞ്ഞ് കൂട്ടിക്കോളൂ. അതിൽ പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നും എന്ത് ചെയ്യണ്ട, ഫോളോ ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ ഷോർട്ടാക്കാം, അത്രേ ഉള്ളൂ. അടുത്തേതാ, ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ 3000 രൂപ ബട്ട് നോട്ട് കളക്റ്റഡ്. അത് ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ എന്താ എൻട്രി എഴുതിയത്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റർ. അപ്പോൾ നമ്മുടെ എവിടെ കൂട്ടി കാണിച്ചു, ക്യാഷ് ബുക്കിൽ. ഇനിയും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ക്യാഷ് ബുക്കിൽ സാറേ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ എന്ന് എഴുതിയിട്ട് എങ്ങനെയാ
ക്യാഷ് ബുക്കിൽ കൂട്ടി കാണിക്കുക എന്ന് ചോദിക്കുമോ നിങ്ങൾ? ഇല്ലല്ലോ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇവിടുത്തെ ബാങ്ക് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഗോളാണ്? ബാങ്ക് ഗോളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ എമൗണ്ടും എന്ത് ചെയ്യേണ്ടതാണ്? പറഞ്ഞ 3000 രൂപ എവിടെ കൂടി? ബാങ്കിൽ കൂടി. സോറി, ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്ത് കൂടി? റൈറ്റ് ഹാൻഡ് കൂട്ടിയില്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയ സ്ഥിതിക്ക് ഈക്വലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കാനുള്ള കാരണം എന്താ? ക്വസ്റ്റിൽ ആദ്യം തന്നത് ഏതാണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. അപ്പോൾ നമുക്ക് ഏത് കയ്യിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ? റൈറ്റ് ഹാൻഡിൽ. പാസ്ബുക്ക് ആണെങ്കിൽ നിങ്ങൾ ഏതിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത്, അത്രേ ഉള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. എന്താ ഉദ്ദേശം? ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് അലോ ചെയ്തു എന്നാണ് പറയുന്നത്. അലോ ചെയ്താൽ നമുക്കത് എന്താണ്? ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? ഇൻകം. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഇൻട്രസ്റ്റ് എന്താണ്? റിസീവ്ഡ് ആണ്. മനസ്സിലായ? തെറ്റിപ്പോയത്. ഇൻട്രസ്റ്റ് എന്താ? റിസീവ്ഡ്. എത്ര എമൗണ്ട് വരുന്നത്? 200 രൂപ. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്ത് പറയും? ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്ത്? 200 രൂപ കൂടി. നിങ്ങൾ എന്ത് ചെയ്യണത്? സോറി, തെറ്റിപ്പോയി. പാസ്ബുക്കിൽ എന്ത് ചെയ്ത്? എത്ര കൂടി? 200 രൂപ കൂടി. ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യേണ്ടതായിട്ടാണ്. ഇൻട്രസ്റ്റ് ചാർജ്, ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് കുറച്ചു? ബാങ്ക് ഡെബിറ്റ് ചെയ്തു, ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാവുക? പാസ്ബുക്കിലാണ്. എവിടെയല്ല? ക്യാഷ് ബുക്കിലല്ല. ബാങ്കിന് വന്നിട്ട് ഇവിടുത്തെ ബിസിനസിന്റെ ക്യാഷിന്റെ അക്കൗണ്ടിലും അല്ലെങ്കിൽ ക്യാഷ് ബുക്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എവിടുന്നാണ് കുറച്ചിട്ടുള്ളത്? പാസ്ബുക്ക് കുറച്ചു. ഓക്കെ. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം, ലെസ് ചെയ്യണം. ഇനി ആഡും ലെസ്സും ചെയ്താലൊക്കെ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ അല്ലേ? അതാണ്. ഒന്ന് നോക്കിയേ. ആഡ് എത്ര ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞ്. ഫസ്റ്റ് എത്രയാണ്? 6000 ഉണ്ട്. പിന്നെ ആഡ് ചെയ്യേണ്ട ഐറ്റം എത്ര ഉണ്ട്? 600 ഉണ്ട്. പിന്നെ അടുത്തേതാ? 2. മൂന്നാമത്തേതാണ് ലെസ്. പിന്നെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എത്ര ഉണ്ട്? 200 ഉണ്ട് അല്ലേ? ഓക്കെ. ഇങ്ങനെ കുറേ ആഡ് ഇടണമെന്നില്ല. ഒരു ആഡ് ഇട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? എഴുതിയാൽ മതി. അല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ ആഡ് ഇടുന്നു പ്ലസ് കിട്ടും. മൈനസ് എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ? ഒരു 3000 ഉണ്ട്. പിന്നെ അടുത്ത് എത്ര? ഒരു 300 ഉണ്ട്. ഇതൊന്ന് ചെയ്തെന്ന് പറഞ്ഞുതരും. എന്നിട്ട് ചെയ്താൽ 7500. ഇതിന് നമ്മളെന്ത് പറയും? ഇത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഏതായിരിക്കും? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ.